നമസ്കാരം. വി ഡി സതീശൻ ഇന്നിപ്പോ ദേശീയ പണിമുടക്കിനെ സംബന്ധിച്ച് ഒരു സൂപ്പർ വിഷനുള്ള നേതാവാകാൻ വേണ്ടി ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെ വാഹനങ്ങളെല്ലാം പണിമുടക്കിച്ചുകൊണ്ട് ഒരു സമരത്തിന്റെ ആവശ്യമുണ്ടോ എന്ന്. കേരളത്തിൽ മാത്രമാണ് ഈ സമരം, കേരളം വിട്ടുകഴിഞ്ഞാൽ ഇത്തരം സമരം ഇല്ല എന്നുള്ള കാര്യം. തമിഴ്നാട്ടിൽ നിങ്ങൾ ചെന്ന് നോക്കാനാണ് സതീശന്റെ അഭിപ്രായം. ഒന്ന് കേട്ടെ. ഞാൻ അത് വെച്ചുകൊണ്ട് ഞാൻ ഒരു ചോദ്യം, ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലല്ലാതെ ഹർത്താലിനും ബന്ദിനും സമാനമായ പണിമുടക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ നടക്കുന്നുണ്ടോ? എൻ്റെ ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു ചോദ്യം. അല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല, എൻ്റെ ചോദ്യം മനസ്സിലായില്ല. അതായത് ദേശീയ തലത്തിൽ ഹർത്താലിനും ബന്ദിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതു ചർച്ചയ്ക്ക് വെക്കുകയാണ്. ഞാൻ അതിന്റെ ശരിയും തെറ്റുമല്ല പറയട്ടെ, പൊതു ചർച്ചയ്ക്ക് വെക്കുകയാണ്. ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഇങ്ങനെ സംഭവം നടക്കണ ആർക്കും അറിയില്ല, കർണാടകത്തിൽ പോയാൽ അറിയില്ല, മഹാരാഷ്ട്രയിൽ പോയാൽ അറിയില്ല. ഇത് എല്ലാവരും ചേർന്ന് ആഹ്വാനം ചെയ്ത ഡൽഹിയിൽ ഇല്ലല്ലോ. നമ്മളൊന്ന് ആലോചിക്കണം, കേരളം മാത്രം ഒരു ബന്ദിനും ഹർത്താലിനും സമാനമാക്കി ഒരു പൊതു പണിമുടക്കിനെ മാറ്റണ വേണോ? എല്ലാവരും ഒരു ചർച്ചയ്ക്ക് വെക്കുകയാണ്. ഞാൻ അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒന്നുമല്ല, ഒരു ചർച്ച, ഒരു പൊതു ചർച്ച വേണം. നമ്മൾ മാത്രം, നിങ്ങളൊന്ന് ആലോചിച്ചേ. കേട്ടല്ലോ, തമിഴ്നാട്ടിലൊന്നും സമരമില്ലത്രേ. ആ സമരം ഇല്ലെന്ന് പറഞ്ഞ സതീശന് തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദൃശ്യം കാട്ടിത്തരാം. കണ്ടല്ലോ, അവിടെയും ചുവന്ന കൊടി തന്നെയാണുള്ളത്. സതീശന്റെ കൈയുള്ള കൊടി ഒരിടത്തുമില്ല. കാര്യം അവരെല്ലാം മുതലാളിയുടെ ആൾക്കാരാണല്ലോ, തൊഴിലാളിയുടെ ആൾക്കാരല്ലല്ലോ. ട്രെയിൻ തടയൽ സമരമാണ് കണ്ടത്. അതായത് കേന്ദ്രത്തിനെ പ്രതിഷേധം അറിയിക്കാനായിട്ട് തമിഴ്നാട്ടിൽ ട്രെയിൻ തടയൽ സമരം വരെ അരങ്ങേറി. പക്ഷെ ഇതൊന്നും സതീശന് പിടിക്കത്തില്ല. കാര്യം ഇങ്ങനെയുള്ള സമരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമാണോ? കാര്യം ഈ ലോകത്താകമാനം മുതലാളിമാരും അല്ലെങ്കിൽ സതീശന്റെ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ ഭരിച്ച മുതലാളിമാരെല്ലാം കൂടി ചേർന്ന് ഔദാര്യമായി തന്നതാണ് ഇന്ന് കാണുന്ന തൊഴിലവകാശങ്ങളെന്ന് നമുക്ക് കേട്ടാൽ തോന്നും. കാര്യം ഇങ്ങനെയൊന്നും പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം? ഈ അവശ്യ സാധനങ്ങൾ ഒഴികെയുള്ള എല്ലാ സാധനത്തെയും ഇന്നത്തെ ഒരു ദിവസം നിശ്ചലമാക്കിക്കൊണ്ടാണ് ഈ പ്രതിഷേധം. കാര്യം നിശ്ചലമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലാളികൾ തൊഴിലെടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി നിശ്ചലമാകും. ഒപ്പം തന്നെ അവരുടെ പ്രതിഷേധം അറിയിക്കാൻ ഒരു നാടിനെ സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ് സമരമാർഗം. സമരങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഈ നാട്ടിൽ വന്നിരിക്കുന്നത്? അതായത് കേരളത്തിൽ മാത്രമാണ് ഈ സമരം നടപ്പിലാകുന്നു എന്നാണ് സതീശൻ പറയുന്നത്. അതെ, കേരളത്തിലുള്ള തൊഴിലാളികളെ, അവരെ ചൂഷണത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തത് ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഇന്നലകളിൽ സതീശന്റെ മുതലാളിത്ത പാർട്ടി, അതായത് മുതലാളിമാർ മാത്രം നല്ലവരാണ്, തൊഴിലാളികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളോ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ആകുലതയില്ല, അതിനെ ഈ കാലഘട്ടത്തിൽ പുതിയ രീതിയിലൊക്കെ നമ്മൾ പ്രതികരിക്കണമെന്ന് അടിക്കുമ്പോൾ ചിലരൊക്കെ കേൾക്കുമ്പോൾ അയ്യോ സൂപ്പർ ലീഡറാണ്, ഇയാൾ മുഖ്യമന്ത്രിയായിരുന്നാൽ നന്നായിരിക്കുമെന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. അതിനപ്പുറത്തേക്ക് യൂറോപ്യൻ രാജ്യങ്ങളെടുത്താലും ഏത് രാജ്യങ്ങളെടുത്താലും ഇന്ന് അവർക്ക് അവിടെ കിട്ടിയിരിക്കുന്ന അവകാശങ്ങളൊന്നും ഒരു മുതലാളിയും എന്ത് ചെയ്തു കൊടുത്തതല്ല, അവന് ഒരു ആനുകൂല്യമായി കൊടുത്തതല്ല. എല്ലായിടത്തും തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ചില നിയമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങൾ കേരളത്തിലും നടന്നതിൻ്റെ ഭാഗമാണ് മുൻകാലങ്ങളിൽ ഏതുപോലെ സതീശന്റെ പോലത്തെ മാടമ്പി കുടുംബാംഗങ്ങൾ മുതലാളിമാരായിട്ടുള്ള ഈ നാട്ടിൽ അവർ തൊഴിലാളികളെ അന്നത്തെ കാലഘട്ടത്തിൽ കൂലി പോലും കൊടുക്കാതെ അടിമയാക്കിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് അവർ കാണുന്ന രീതിയിൽ അഭിമാനപൂർവ്വം തൊഴിലെടുക്കുന്നുണ്ടെങ്കിൽ അതിന് അവകാശപ്പെട്ട വേതനവും അവർക്ക് വാങ്ങിക്കൊടുത്തത് ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ശക്തമായിട്ട്
ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളെയും കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. കാര്യം ജനങ്ങൾ കൂടി സ്തംഭിക്കുന്ന ഒരവസ്ഥയിൽ വരുമ്പോഴാണ് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് ലേബർ കോഡ് കൊണ്ടുവന്ന് അവകാശങ്ങൾ റദ്ദാക്കുമ്പോൾ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് നിന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എന്നും ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തറവാട്ട് മഹിമയുള്ള ഒരു വ്യക്തി പറയുമ്പോൾ, ഒരനുഭവമില്ലാത്തൊരു നേതാവാണ്, 10 പൈസയുടെ ചിന്താശേഷിയില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയാൻ, ഞാൻ പരിഷ്കൃതനാണെന്നൊക്കെ പറയുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിലും ഭരണകൂടങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ചില കരി നിയമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തേണ്ടത് തൊഴിലാളികളുടെ ഉത്തരവാദിത്തമാണ്. ഇതല്ലാതെ വീട്ടിലിരുന്ന് ക്രിയാത്മക പ്രതിഷേധം കാണിക്കണമെന്ന് പറയുമ്പോൾ കയ്യും കെട്ടി റോഡ് സൈഡിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യ സാധനങ്ങൾ ഒഴികെ ബാക്കിയൊന്നും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾക്ക് ലോകത്താകമാനം ഇത്തരം കാര്യങ്ങളിൽ സകലതും സ്തംഭിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. അവിടങ്ങളിൽ പോയിട്ട് ചില മഹാരഥന്മാർ ഡയലോഗ് അടിക്കുമ്പോൾ കരുതും ഇതൊന്നും ഒരിടത്തുമില്ല എന്ന്. ഈ നാട്ടിൽ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടത് ഓരോ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. ഈ നാടിന്റെ അല്ലെങ്കിൽ ഏതൊരു നാടിന്റെയും വികസനത്തിന് സഹായിക്കുന്ന തൊഴിൽ മേഖലയിലെ മനുഷ്യർ ചൂഷണത്തിന് വിധേയരാകുമ്പോൾ അവർ പരസ്യമായിട്ട് സമരം ചെയ്യും. ആ സമരത്തെയൊക്കെ റദ്ദാക്കി കളയാൻ വേണ്ടി മുതലാളിമാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ നാവുകളൊക്കെ നാളെ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി, ചുമ്മാതല്ല INTUC നേതാവായിട്ടുള്ള ഒരു തൊഴിലാളി മുമ്പ് സതീശനെ കണ്ടപ്പോൾ ഒരു വാചകം പറഞ്ഞിട്ടുള്ളത്. അത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സതീശനെ തമിഴ്നാട് കാണിച്ച ആ ട്രെയിൻ തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും ഒറ്റപ്പെട്ടതായിട്ടുള്ള സമരങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അത് കർഷക സമരമായിരുന്നാലും ശരി, ഏത് സമരമായിരുന്നാലും ശരി, ഈ രാജ്യത്തിലെ അധ്വാനിക്കുന്നവർ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലുള്ളവർ അവരുടെ അവകാശങ്ങൾ റദ്ദാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി സമരങ്ങൾ ഉണ്ടാകും, പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപരിഷ്കൃതമാണെന്ന് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലും വെളിച്ചം വീഴാത്ത നേതാവാണ് സതീശനെന്ന് പറയാതെ തരമില്ല.